വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ സർക്കാരിനെതിരെ വീണ്ടും പ്രതിപക്ഷ നേതാവ് കെ ഫോൺ പദ്ധതിയിൽ വ്യാപക അഴിമതി എന്ന വി ഡി സതീശൻ കെ ഫോണിലും SRIT ഉൾപ്പെട്ട സംയുക്ത സംരംഭമാണെന്നും കെ ഫോണിലും SRITയും പ്രസാഡിയോയും പങ്കാളിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കൂടുതൽ രേഖകൾ പുറത്തുവിടുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ടെൻഡർ എക്സസ് 50%, അതായത് 520 കോടി രൂപ യഥാർത്ഥ എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതലായി കൊടുത്തിരിക്കുകയാണ്. 3 ബെല്ല് SRIT, അതായത് നമ്മുടെ അഴിമതി ക്യാമറ ഇടപാടിൽ L1 ആയി വന്ന SRIT, റെയിൽടെൽ എന്ന് പറയുന്ന 3 സ്ഥാപനങ്ങളുടെ കൺസോർഷ്യത്തിനാണ് ഇത് കിട്ടിയത്. AI ക്യാമറയിലെ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയ SRIT എന്ന് പറയുന്ന കമ്പനി ഇവിടെയുണ്ട്, ആ കമ്പനി ഇതിനകത്തുമുണ്ട്. അതിനുശേഷം ഈ SRIT കമ്പനി അവർക്ക് കിട്ടിയ കരാർ ഉപകരാർ കൊടുക്കുകയാണ്. അശോക് ബിൽകോൺ എന്ന് പറയുന്ന വേറെ കമ്പനിക്ക് ഉപകരാർ കൊടുക്കുകയാണ്. അശോക് ബിൽകോൺ ആർക്കാണ് കൊടുക്കുന്നത് ഉപകരാർ? പ്രസാദിയ കമ്പനിക്കാണ് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള പ്രസാദിയ കമ്പനിക്കാണ് അവസാന കോൺട്രാക്ട് വരുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി പോരാ, അതായത് 1028 കോടി രൂപയുടെ പദ്ധതി 1548 കോടി രൂപയുടെ പദ്ധതിയാ ഉയർന്നു, 520 കോടി ഉയർന്നു. എന്നിട്ടും ഈ കമ്പനികൾക്ക് കൊടുത്തത് പോരാഞ്ഞിട്ട് പിന്നെ ഒരു തീരുമാനം എടുക്കുകയാണ് സമീപകാലത്ത്. അതായത് ഇതിനൊരു മാനേജ്മെന്റ് സർവീസ് പ്രൊവൈഡർ വേണം, MSP വേണം. ഇതൊക്കെ ഓരോ സാങ്കേതിക പദങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് ഒരു ടെൻഡർ ഇവരുണ്ടാക്കുകയാണ്, അതിനുവേണ്ടി ഒരു ടെൻഡർ ഉണ്ടാക്കുക. ആ ടെൻഡർ ഇതുപോലെ തന്നെ ഈ കാർട്ടൽ ഫോം ചെയ്തിട്ടുണ്ടാക്കിയ ടെൻഡറാണ്. അതും ഈ SRITക്ക് തന്നെ കിട്ടുകയാണ്. ആ ടെൻഡറും അവസാനം SRITക്ക് തന്നെ കിട്ടുകയാണ്. അതിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നതെന്താ നിങ്ങൾ ഞെട്ടും. അതായത് സർക്കാർ 1548 കോടി രൂപ മുടക്കി ചെയ്യുന്ന പ്രോജക്റ്റില് ഈ MSP നടത്തുന്ന മാനേജർ സർവീസ് പ്രൊവൈഡർക്ക് മൊത്തത്തിലെ ലാഭത്തിന്റെ 10%. പിന്നെ ഇതിന്റെ അകത്ത് ഡാർക്ക് കേബിളുകളുണ്ട്, പ്രയോജനപ്പെടാതെ കിടക്കുന്ന ഈ നെറ്റിൽ കിടക്കുന്നുണ്ട്. അത് ഇവർക്ക് വേറെ ആർക്കെങ്കിലും ലീസിന് കൊടുക്കാം, ഈ കമ്പനികൾക്ക്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 50% ഈ കമ്പനിക്ക്. പിന്നെ ലക്ഷ്യമിട്ടിരിക്കുന്ന ലാഭമുണ്ട്, അതിന്റെ പുറത്തു വല്ലതും കിട്ടിയാൽ 2% ഇൻസെന്റീവ്. അപ്പൊ സർക്കാർ 1528 കോടി രൂപ മുടക്കി ഇതിനകത്ത് ലാഭം ഉണ്ടാകാൻ പോകുന്ന ലാഭം മുഴുവൻ ഈ കമ്പനികൾ തന്നെ കൊണ്ടുപോകും ചെയ്യും. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, ആ ഗൈഡ് ലൈൻസ് മുഴുവൻ ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, AI ക്യാമറ വിവാദത്തിന് പിന്നാലെ സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി വീണ്ടും പ്രതിപക്ഷം രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ കെ ഫോൺ പദ്ധതിയിലും വ്യാപക അഴിമതി എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്? അൻസില, ഇന്നത്തെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കെ ഫോൺ പദ്ധതിയിലും ഈ AI ക്യാമറ അതിന് സമാനമായ രീതിയിലുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നതെന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇന്റർനെറ്റ് കണക്ഷൻ നൽകുമെന്ന വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ കെ ഫോൺ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് വന്നത്. എന്നാൽ സർക്കാർ ആ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഏതാണ്ട് ടെൻഡർ നടപടി അല്ലെങ്കിൽ ടെൻഡർ തുകയേക്കാൾ 50% കൂടുതൽ തുക, അതിൻ്റെ ഇരട്ടി തുക 520 കോടിയാണ് അധികമായിട്ട് അനുവദിച്ചുകൊണ്ട് ഭാരത് ഇലക്ട്രോണിക്സിന് എസ്റ്റിമേറ്റിനേക്കാൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കെ ഫോൺ വിഷയം കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കൂട്ടത്തിൽ കൂടുതൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരികയാണ് പ്രതിപക്ഷം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ ഫോൺ പദ്ധതിയിലും വ്യാപകമായിട്ടുണ്ടായത് ഇത്തരത്തിലുള്ള അഴിമതി തന്നെയാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഒപ്പം തന്നെ SRITക്ക് ഈ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടും അതിൽ നടത്തിയിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ടും SRITക്ക് പങ്കുണ്ട്. SRIT ഇപ്പോൾ എല്ലാവരും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് SRIT എന്ന് പറയുന്നത്. കാരണം ഈ AI ക്യാമറയെ ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം തന്നെ SRIT
അംഗങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നിലയ്ക്ക് തന്നെ അതിനു മുമ്പും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അഴിമതി ഇവർ നടത്തിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. എന്തായാലും 520 കോടി രൂപ ഇതിന് അധികമായി ഇവർക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഒപ്പം തന്നെ എസ്റ്റിമേറ്റ് തുക കൂട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് എം ശിവശങ്കറാണ്. കെ ഫോൺ അഴിമതി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും AI ക്യാമറ അഴിമതിയിൽ വ്യവസായ വകുപ്പിന്റെ അന്വേഷണത്തിന് യാതൊരു തര പ്രസക്തിയുമില്ല എന്നും അദ്ദേഹം വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഇന്ന് ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ ഇതിന് ഒരു തരത്തിലുള്ള മറുപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ 5ഓളം പരിപാടികൾ ഇന്ന് സർക്കാരിന്റെ പരിപാടികൾ ഇന്ന് കൊല്ലത്ത് നടക്കുന്നുണ്ട്. ഈ 5 പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അതിൽ 3 പരിപാടി സർക്കാർ പരിപാടിയും 2 രാഷ്ട്രീയ പരിപാടികളുമാണ്. ഈ രാഷ്ട്രീയ പരിപാടികളിലെങ്കിലും മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ഈ കെൽട്രോൺ ഈ അഴിമതിക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. കാരണം പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ കെൽട്രോൺ ഇതിനുള്ള നടത്തിപ്പ് അവകാശം മേടിക്കുന്നു, അതിനുശേഷം ഇതിന് ഉപകരാർ നൽകുന്നു. ഈ ഉപകരാർ നൽകുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം അല്ലെങ്കിൽ അഴിമതി നടത്തുന്നു. ഇതാണ് കെൽട്രോൺ കഴിഞ്ഞ കുറെ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇത്തരത്തിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും കെ ഫോൺ വിവാദത്തിന് തൊട്ടു പിന്നാലെ ഈ AI ക്യാമറ വിവാദത്തിന് തൊട്ടു പിന്നാലെ കെ ഫോൺ വിവാദം കൂടി ഉണ്ടാകുമ്പോൾ അത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. ഈ ആരോപണങ്ങളെല്ലാം പ്രതിപക്ഷം ഓരോ ദിവസം മാറി മാറി ഉന്നയിക്കുന്നതല്ലാതെ ഇത് നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടോ ഇതിന് മറുപടി നൽകുന്നതിന് വേണ്ടിയിട്ടോ സർക്കാരോ മുഖ്യമന്ത്രിയോ ഭരണകക്ഷിയിലുള്ള ആരെങ്കിലുമോ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനസ്സിലാവും എബി, അതോടൊപ്പം തന്നെ സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ ദിവസം തോറും ഓരോ പുതിയ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി തന്നെയല്ലേ സർക്കാരിന് സൃഷ്ടിക്കുന്നത്? സർക്കാരിന്റെ 2ാം വാർഷികാഘോഷം സർക്കാർ വിപുലമായ രീതിയിൽ ആഘോഷിക്കുമ്പോൾ അതിനെ വഞ്ചനാ ദിനമായി ആഘോഷിക്കുക അല്ലെങ്കിൽ ആചരിക്കുക എന്നുള്ള നിലയിലാണ് ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ കുറ്റപത്രം വായിക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് പ്രതിപക്ഷം ആസൂത്രണം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളെല്ലാം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ആരംഭിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങൾ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ ഒപ്പം തന്നെ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള യോഗങ്ങൾ ചേർന്ന് ഏത് തരത്തിലുള്ള പ്രതിഷേധ പരിപാടിയാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ആലോചനയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ 2ാമത്തെ വാർഷികം സർക്കാർ വിപുലമായി ആഘോഷിക്കുമ്പോൾ ജനകീയ സർക്കാർ എന്നുള്ള നിലയിൽ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള വിവാദമായിട്ടുള്ള സംഭവങ്ങൾ, വിവാദ വിഷയങ്ങൾ, വിവാദ ആരോപണങ്ങളെല്ലാം തന്നെ സർക്കാരിനെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന കാര്യം തന്നെയാണ് എന്നതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഈ ഒരു വിഷയത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ ഈ AI ക്യാമറ വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവിന് ഇത് ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും ഒരു തരത്തിലുള്ള ആണെന്നോ അല്ലെങ്കിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ അറിയില്ലെന്നോ ഒരു മറുപടി ഇതുവരെയും ഈ അധികാരപ്പെട്ടവരെ അല്ലെങ്കിൽ ഇതിന് നിയോഗിക്കപ്പെട്ടവരുടെ ഭാഗത്തുനിന്നോ അധികൃതരുടെ ഭാഗത്തുനിന്നോ ഒരു തരത്തിലുള്ള മറുപടിയും ഉണ്ടായിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുകമറ സൃഷ്ടിക്കുക, അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരൊറ്റ വരി പ്രസ്താവന മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ കെ ഫോൺ വിഷയത്തിൽ പോലും ഇത്തരത്തിലൊരു വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിവാദ ആരോപണം ഉണ്ടാകുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായിരിക്കും, മുഖ്യമന്ത്രി മറുപടി പറയുമോ എന്നതിനെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇന്ന് കൊല്ലത്ത് 5 പരിപാടികളുണ്ട്. ഈ 5 പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മനസ്സിലാവും. ശരി, വ്യക്തമാണ്. AI ക്യാമറ ഇടപാടിലെ വിവാദത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ്. കെ ഫോൺ പദ്ധതിയിലും വ്യാപക അഴിമതി നടന്നെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കെ ഫോണിലും SRIT ഉൾപ്പെട്ട സംയുക്ത സംരംഭമാണെന്നും കെ ഫോണിലും SRITയും പ്രസാഡിയോയും പങ്കാളികളാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച കൂടുതൽ രേഖകൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും VD സതീശൻ പറഞ്ഞു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് എബി.